നാവുതേട്ടെ. ആ ഇനി കയ്യൊന്ന് പോക്കി പോരട്ടെ പോരട്ടെ. ആ പാടാ ഡോക്ടറെ. വലിച്ചു വാരി തിന്നരുത്. അറിവുള്ളവർ പറയണ കേട്ടിട്ടില്ലേ, ഇഷ്ടമുള്ളത് എന്തും കഴിക്കാം. ഇഷ്ടമുണ്ടെന്ന് ചോദിച്ചാൽ അത് മുഴുവൻ അങ്ങോട്ട് കഴിക്കരുത്. ഇല്ല ഡോക്ടറെ, ആഹാരമൊക്കെ വളരെ കുറച്ച്. പിന്നെന്താ ഇത് ഇങ്ങനെ? കഷായം കൃത്യമായിട്ട് കഴിക്കുക, പഥ്യം തെറ്റിക്കരുത് കേട്ടാ. ഓ ഞാൻ ഇട്ട് തരുന്ന. ഓ വേണ്ട ഡോക്ടറെ. ആഹാ, ഇതിപ്പോ റിട്ടയർ ചെയ്തപ്പോഴാണല്ലോ മുത്തശ്ശനെ തിരക്ക് കൂടുതല്. പഴയ പരിചയം വെച്ചിട്ട് ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവരോട് വേണ്ടാന്ന് പറയാൻ പറ്റുമോ? മുത്തശ്ശൻ പഠിക്കുമ്പോ ഉണ്ടായിരുന്നു ഈ നീറ്റും എൻട്രൻസും ഒക്കെ? ഏയ് അന്നൊക്കെ ഫുൾ മെറിറ്റ് അല്ലേ. MBBS ചേരാനുള്ള മാർക്ക് ഉണ്ടായിട്ടും ഞാൻ എടുത്തത് ഇതാ. അപ്പൊ എനിക്ക് മടുത്തി ക്ലാസ്സും കോച്ചിങ്ങും. സത്യം പറഞ്ഞ എനിക്ക് ഡോക്ടറും ആവണ്ട കളക്ടറും ആവണ്ട. പക്ഷെ ബോബി എങ്കിലും വിടണ്ടേ? അമ്മയ്ക്ക് എടുക്കാൻ പറ്റാതെ എല്ലാ ഡിഗ്രി എന്നെ കൊണ്ട് എടുപ്പിക്കുന്ന തോന്നുന്നത്. ഡോക്ടറെ നമസ്കാരം. ആ ഇതാര്? എന്താ തനിച്ച്? എനിക്കിപ്പോ ഡോക്ടറെ കാണാൻ വരാൻ കൂട്ടൊന്നും വേണ്ട. ആ സ്റ്റേജൊക്കെ മാറി. എല്ലാം ഡോക്ടറുടെ കൈപുണ്യമാ. ഇതാരാ? എന്റെ പേരക്കുട്ടിയാ. ആ കേട്ടോ മോളെ, മോളുടെ ഈ ഗ്രാൻഡ് ഫാദറെ ഒരു ജീനിയസാ. ഓ എൻ്റെ മക്കൾ എന്നെ കൊണ്ടുപോയി ഏതെല്ലാം ഡോക്ടേഴ്സിനെ കാണിച്ചു, ഏതെല്ലാം ആശുപത്രി കൊണ്ടുപോയി. അവരാരും ചികിത്സിച്ചിട്ട് മാറാത്ത എൻ്റെ ഈ അസുഖം ഇദ്ദേഹം ഭേദമാക്കി. ഹീ സച്ച് എ ലെജൻഡ്. ഇപ്പൊ ഓർക്കൊക്കെ നല്ലോണം ഉണ്ടല്ലോ. പിന്നെ ഒരു കുഴപ്പമില്ല. വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഇപ്പം ഞാൻ തന്നെയാണ് നോക്കുന്നത്. എന്ന് വെച്ചാൽ സൂക്കേട് നിശേഷം മാറി. അതുകൊണ്ട് ഡോക്ടറെ നേരിട്ട് കണ്ട് ഒരു നന്ദി പറയണമെന്ന് തോന്നി, അതാ വന്നത്. കണ്ടോ, ഇതാണ് ഒരു ഡോക്ടർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രതിഫലം. എന്നാ പിന്നെ ഡോക്ടറെ സമയം ഞാൻ കളയുന്നില്ല. ഓ ഞങ്ങളെ പോലുള്ളവർക്ക് ആശ്വാസമാകുന്ന ഡോക്ടറെ ദൈവം രക്ഷിക്കട്ടെ. ആയിക്കോട്ടെ. ആ പിന്നെ ഡോക്ടറെ വല്ലപ്പോഴുവേ ഓ. എൻ്റെ വീട്ടിലേക്കൊന്ന് വിളിച്ചേ വിവരങ്ങളൊക്കെ അന്വേഷിച്ചാൽ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. നിങ്ങൾക്ക് ഇങ്ങോട്ടും വിളിക്കാലോ. അതെ, ഡോക്ടർ തിരക്കുള്ള ആളല്ലേ. ഞാൻ വെറുതെ ഡിസ്റ്റർബ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. ഒരു ബുദ്ധിമുട്ടുമില്ല. ആ എന്നാ പിന്നെ എൻ്റെ നമ്പർ നോട്ട് ചെയ്താട്ടെ. മോളെ നീ നമ്പർ ഒന്ന് എഴുതിയെടുത്തേ. ആയിക്കോട്ടെ. 0091. ഓ കൺട്രി കോഡൊക്കെ ഉണ്ടല്ലോ. 0091 98470 98470 32321 32321 4545 4545 222 എന്താ പറഞ്ഞേ? 222 നീ എഴുത് 2222 4591 111 0000 4540 4715 151515 5257 സോറി ഡോക്ടർ, അമ്മയെ ഞങ്ങൾ കുറെ നേരമായിട്ട് അന്വേഷിച്ചോണ്ടിരിക്കുവോ. ജീനിയസ്. അച്ഛൻ വന്ന ഈ മുറിയിലാണോ കിടക്കുന്നത്? അച്ഛനല്ല, നീ. ഞാനോ? ഞാനെന്തിനാ ഇവിടെ കിടക്കുന്നത്? എല്ലാരും കൂടി ഒരു മുറി കിടന്ന എന്താ കുഴപ്പം? നീ നിന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിച്ചു നോക്ക്. അവരൊക്കെ ഇപ്പോഴും അച്ഛൻ്റെ അമ്മയുടെ ഒപ്പമാണോ കിടക്കുന്നതെന്ന്. ഇങ്ങനൊരു കുട്ടി. അമ്മ ഉറങ്ങിയോ? ആ ഉറങ്ങി. ഈ അച്ഛൻ എന്തിനാ ഇപ്പൊ വരുന്നേ? എന്താ നിന്റെ പ്രശ്നം? എനിക്ക് എൻ്റെ അമ്മ മതി. എപ്പോഴും ഈ ഫ്രണ്ട്സ് കൂടുതലുള്ളതാണ് പ്രശ്നം. ഇപ്പം അങ്ങോട്ട് പോയി ഇഷ്ടമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ കളിയാക്കുമായിരിക്കും അല്ലേ? കളിയാക്കും ഉറപ്പായിട്ടും. ഇതിന് എനിക്കൊരു ഡെഡിക്കേഷൻ ഇപ്പോഴും തന്നെ പറയാമല്ലോ. അവൻ്റെ അപ്പുറത്തേക്കുന്ന ചിക്കൻ കൊള്ളാലേ. ആ നല്ല ഹെയർ. എടാ ഇപ്പോഴും ഇങ്ങോട്ട് തന്നെയാണോ നോക്കുന്നത്? ആ ആണല്ലേ. എല്ലാവർക്കും എന്നെ മതി. അപ്പുറത്തെ
ലേശം മണ്ടനാണല്ലേ? ആമ്മേ എത്തിയോ? എപ്പോ? ആ അതാ വരുന്നു. അപ്പൊ ഐ എം ഗോയിങ്. ബൈ. എന്റെ ഒന്ന് കൊടുത്തേക്കണേ. ബൈ. ഞാൻ പറഞ്ഞില്ലേ എന്നെ കണ്ടാൽ അവൾക്ക് വരാതിരിക്കാൻ പറ്റില്ല. എടാ നീ അങ്ങോട്ട് കുറച്ച് മാറിയിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് പ്രൈവസി ആണ് പ്ലീസ്. എടോ എങ്ങനെ തുടങ്ങണം എന്ന് എനിക്കറിയില്ല. അപ്പറഞ്ഞ അയ്യോ പോലെ ഞാൻ തുടങ്ങിയില്ല. ആ എന്തേ വൈകിട്ട് കാണാന്ന് പറഞ്ഞു. എന്താ പോയത്? ഞാൻ വിചാരിച്ചു അച്ഛനായിരിക്കും അതിൽ ഓർക്കാന്ന്. നീ എന്താ എത്ര വൈകിയത്? ഈ നേരം വരെ അച്ഛൻ നിന്നെ കാത്തിരിക്കായിരുന്നു സ്കൂളിൽ നിന്ന് വരുമ്പോ സർപ്രൈസ് തരാൻ. വൈകിയപ്പോഴാണ് ഞാൻ വിളിച്ചത്. എന്നിട്ട് ആളെവിടെ? ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങി. ലോറൻസ് അങ്ങളുടെ വീട്ടിലുണ്ടാവും. കുറച്ചുകൂടെ ചെറുതായിട്ട് കയറ്, എന്നാലും അടുപ്പി വെക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ അങ്കിൾ. ഹായ് ഹണി. ഹായ് ഡാളേ. ഇത് വരെ കഴിഞ്ഞില്ലേ? ഇത് തീർന്നിട്ട് വേണ്ട ടാങ്ക് ക്ലീൻ ചെയ്യാൻ. ബോറടിച്ചോട്ടെ, നീ അത് തീർക്ക്. ലെറ്റ് ഹിം ഫിനിഷ് ദിസ് ഫസ്റ്റ്. ടാങ്ക് ഇവിടെ തന്നെ ഉണ്ട്. ഇറ്റ്സ് അപ് ടു യു. ബാക്കിൽ തെങ്ങനുണ്ട്, തേങ്ങ ഇടാനുണ്ട് കേട്ടോ. തേങ്ങ ഇടുന്നതിന് മുമ്പ് നീ ആ വണ്ടിയും കൂടെ ഒന്ന് കഴിയട്ടെ. എടാ ഇത് ഫിനിഷ് ചെയ്തിട്ട്. അങ്കിൾ ഇയാളെ വിട്ടില്ലേ? ഇവനിപ്പോ കുപ്പിന്ന് തുറന്നു വിട്ട ഭൂതവാ. എന്ത് പണിയും ചെയ്യും, ഇല്ലെങ്കിൽ പിന്നെ ജയിലാ. മാത്രമല്ല ഗ്യാസിനൊക്കെ ഇപ്പം എന്താ വില? അച്ഛൻ ഇങ്ങോട്ട് വന്നോ? വന്നു, പക്ഷെ ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. അപ്പുറത്തെ മാധവൻകുട്ടി മാനം വന്ന് വിളിച്ചോണ്ടേ അവിടെ കാണും. ശരി. ആ പഠിച്ചല്ലോ. ഒരു കോടാലികള്. അച്ഛാ ഈ വണ്ടി നന്നാക്കാനാണോ അച്ഛൻ ദുബായി ഓടി വന്നത്? മേനോ സാറേ അച്ഛന്റെ പഴയ വർക്ക്ഷോപ്പിലെ സ്ഥിരം ക്ലൈന്റ് ആയിരുന്നു. 4-5 മാസമായി എത്ര ഇവനൊന്ന് അനങ്ങിയിട്ട്. അച്ഛൻ അന്വേഷിച്ച് എത്തിയോ? കുടിക്കൂ. മൂക്കൂടെ നടക്കട്ടെ. വേണ്ട താങ്ക് യു. അവൾ ഇത് കുടിച്ചോളൂ. ഇല്ല അച്ഛൻ കുടിച്ചോളൂ. കുടിക്കടി. എനിക്ക് വേണ്ട. സാർ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി. ഓക്കെ അല്ലേ? നന്ദനം തൊട്ടാ ശരിയാണെന്ന് എനിക്ക് അറിയായിരുന്നു. പുറമേ നിന്നൊരു മെക്കാനിക്കിനെ വിളിച്ചാൽ കാശ് കൊടുക്കണമല്ലോ. ഞാനേ സാറേ. നീ ഇന്ന് കുളിച്ചില്ലല്ലേ?